ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽ കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 8078 000 222 6238422503. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. പ്രതിഷേധ ജ്വാല പള്ളത്ത് നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. ഇസ്രായേൽ ഭീകരരുടെ വംശഹത്യക്കെതിരെ വറവട്ടൂർ സെന്ററിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ശേഷം തലശ്ശേരി സെന്ററിൽ പൊതുസമ്മേളനവും നടന്നു. പഞ്ചായത്ത് ഭരണസമിതി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പൈപ്പിൽ വെള്ളം ലഭിക്കുന്നില്ലെന്നും ഒരു വീടിന് പോലും പുതിയ അപേക്ഷ സ്വീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും തെരുവ് വിളക്കുകൾ കത്താതായിട്ട് കാലങ്ങൾ ഏറെയായെന്നും റോഡുകളുടെ ദുരവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും ദേശമംഗലം ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമാകുന്നില്ലെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. പള്ളം സെന്ററിൽ വെച്ച് നടത്തിയ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് TM സൈദലവി, ജാഥ ക്യാപ്റ്റൻ SV ഹമീദ്, വൈസ് ക്യാപ്റ്റൻ PM ഷംസാദ്, കോർഡിനേറ്റർ ഇബ്രാഹിം എന്നിവർക്ക് പതാക കൈമാറി. യഹിയ കാസിം വിഷയാവതരണം നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലമായി ദേശമംഗലം പഞ്ചായത്തിനെ തള്ളിമറിക്കുക എന്നല്ലാതെ യാതൊരു വികസനവും നടക്കുന്നില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാലും നോക്കിക്കാണുമ്പോഴും എല്ലാം വ്യക്തമാകുന്ന കാര്യമാണ്. പക്ഷേ ഒരു വാക്കിന് പോലും ഒരു വികസനം പോലും കണ്ടെത്താൻ കഴിയാത്ത ദേശമംഗലം പഞ്ചായത്ത് CPM-ന്റെ ഭരണസമിതിയെ ജനമധ്യത്തിൽ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തെരുവ് വിളക്കുകൾ പോലും പ്രകാശിപ്പിക്കാൻ കഴിയാതെ സാമൂഹ്യ വിരുദ്ധരുടെ കോട്ടക്കെട്ടിടമായി ദേശമംഗലം പഞ്ചായത്ത് മാറുമ്പോൾ കുടിവെള്ളം കൊണ്ട് തന്റെ നിത്യ ആവശ്യങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുകയാണ് ഇന്ന്. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും ദേശമംഗലം പഞ്ചായത്തിന്റെ CPM-ന്റെ ഭരണത്തിന്റെ കർത്താക്കളായാലും അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും നിലപാടുകളാണ് അവർ കൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭക്കുള്ളില് അഥവാ വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഉപയോഗിക്കേണ്ട വാക്കുകൾക്ക് പുറമെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുകയാണ് പ്രതിപക്ഷ MLA 8 അടി പൊക്കത്തിലുള്ള 8-8.5 അടി പൊക്കത്തിലുള്ള ഒരു സാമാജികനെന്ന്. യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ ഇങ്ങനെ വിളമ്പുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളാരും പ്രതിപക്ഷത്തിന്റെ നിരയിലാണെങ്കിലും ഭരണപക്ഷത്തിന്റെ നിരയിലാണെങ്കിലും നിയമസഭയുടെ ഓടി പൊളിച്ച് കയറി വന്നവരല്ല, AKG സെന്ററിന്റെ ഓടി പൊളിച്ച് ഇറങ്ങി വന്നവരല്ല. ഞങ്ങളെല്ലാം ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ മതേതര വിശ്വാസികളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഭരണശീല കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുള്ളത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും ജാഥ കോർഡിനേറ്ററുമായ ഇബ്രാഹിം, TM മുഹമ്മദ് കാസിം, മുഹമ്മദ് കുട്ടി, പള്ളം ദുബായ് KMCC ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് KA മുസമ്മിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം. 5 പേരുടെ കോർണർ സോഫ വെറും 19,990 വിലയുള്ളൂ. ഫാമിലി കോട്ട് ബോക്സ് സെറ്റിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് 7,990. കണ്ടോ, നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 7,990. 2 ഡോർ 6.25 ആയിട്ടുള്ള ബിഗ് അലമാറ വെറും 4,990 കേട്ടോ കൊടുക്കണേ. കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.